അസ്സലാമലൈക്കും. നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഓർക്കും അതാണ്. അപ്പൊ രണ്ട് തീറ്റ പണ്ടറന്മാരായിട്ട് നമ്മളെ കൂടല്ലത്. നജീബ സുഖല്ലേ? ഫുൾ തീറ്റ പണ്ടറ. നമ്മള് പോണത് വൈഫിനെ കൊണ്ടാണ്. ആരെ വൈഫിനെ? എന്റെ വൈഫിനെ. ഒരാഴ്ച നമ്മള് വീട്ടിൽ കയറിക്കണം. വീട്ടിൽ വന്ന് കുറെ ദിവസം. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ അങ്ങനത്തെ കണ്ടോ പോയിക്കൊണ്ടിരിക്കണേ. നജീബ് ഫുള്ള് തീറ്റയാണ്. എയർഫോണൊക്കെ വെച്ചിട്ട് സാറെ പോലീസുമാരെ കാണണമെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ടോ. നമ്മളെ ചെക്കൻ്റെ പാട്ടുകാരൻ ഫിറോസ് ഉണ്ട് പറണ്ട. അപ്പൊ ഇവർക്ക് കണ്ടൊക്കെ സംശയമുണ്ട്. അത് തീർത്തോക്കാം. അവരുണ്ട് മക്കളെ, ഇത് സംശയം കേട്ടോ. അവർക്ക് ഇവർക്ക് കണ്ടൊക്കെ സംശയമാണ്. ഒരു മിനിറ്റ് ഇതിൽ കമന്റ് ഇടണം. ഇവര് പൊട്ടന്മാരാണെങ്കിൽ പൊട്ടന്മാർ തന്നെയാണ് കമന്റ് ഇടണം. മനസ്സിലാവും. ഞാൻ പൊട്ടനാണെങ്കിൽ ഞാൻ പൊട്ടെന്ന് കമന്റ് ഇടണം. കേക്കട പഞ്ഞോളെ കേക്ക് പുള്ളി കേക്ക്. ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഉദാഹരണത്തില് ഒരു ഗ്ലാസ് ചായ മേടിച്ചു. എനിക്ക് കുറച്ച് എന്താ ചായക്കോട്ടെ ഒരു ഗ്ലാസ് ചായ ഞാൻ എടുത്തു. ആ ചായല് അത്യാവശ്യം ഇപ്പൊ ഞാൻ റാഷിന്റെ വീട്ടിൽ പോയപ്പോ നിൽക്കുന്നു. റാഷിക്ക് ഒരു ഗ്ലാസ് ചായ ഫുള്ള് തന്നു. അത് നല്ല മധുരം ഉണ്ട്. ആ മധുരം കുറേ നമ്മൾ എന്താ ചെയ്യാം, കുറച്ച് ചായ അതിന് ഒഴിച്ചിട്ട് ബാക്കി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മധുരം കമ്മിയാവും അല്ലേ? ഇനി കുറച്ച് പഞ്ചസാര ആണെങ്കിലും അത്യാവശ്യം ഉണ്ടാവും. ഇവര് പറയുന്ന അപ്പോഴും ആ മൂല്യം അവിടെ ഉണ്ടെന്ന് അറിയുന്നത്. അതെങ്ങനെ വരിക? കരക്കെതിലാണ് പഞ്ചസാര കൂടും വെള്ളം വയ്ക്കുമ്പോ കുറയൂലേ? ഒട്ടന്മാരാണ്. പഞ്ചസാരയുടെ അളവ് പറയുന്നില്ലല്ലോ. അപ്പൊ ഇട്ട പഞ്ചസാര കുറച്ച് വെള്ളം ചായ ഒഴിച്ചിട്ട് എന്ത് പണ്ടാറാണേലും അത്ര ആ കണ്ടന്റ് പഞ്ചസാര എവിടെയും പോണില്ല. പോണില്ല, കറക്റ്റ് അവിടെ ഉണ്ട്. പക്ഷെ അതിന് എങ്ങനെ വെള്ളം കൂടുമ്പോ അതിന് കുറയാലോ, അപ്പൊ അതിന് അത്രയും കുത്ത് കുറയാലോ, ഷുഗർ കുറയണ്ടല്ലോ. പൊട്ടന്മാരാണ്. എത്ര കൂട്ടിയാലും പഞ്ചസാരയുടെ കണ്ടന്റ് അതിലുണ്ട്. പഞ്ചസാര എത്ര ഉണ്ട്, പക്ഷെ അതിന് നമ്മൾ കുറച്ചുകൂടി വെള്ളം കൂട്ടി കഴിഞ്ഞാൽ മധുരം കുറയൂലേ? അത് ചായക്കട റാഷിദാനെ പറ്റിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും, കുറച്ച് വെള്ളം കൂട്ടിയിട്ട് പഞ്ചസാരയുടെ മധുരം കുറച്ച് കമ്മിയാക്കി തരും. പക്ഷെ ശരിക്കും സംഭവിക്കുന്നതല്ല. അതിന്റെ ഞങ്ങൾക്ക് പോയിന്റ് അറിയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബസ്സിന് വരേണ്ട ആളാണ്. ഇടകരാക്കി എണ്ണി അടിച്ചു കൊടുത്ത് ചക്കന്മാരെ വിളിച്ചതിന്റെ തല്ലാനാണില്ല. ഇപ്പൊ ഉറങ്ങി കിടക്കുന്നോടത്ത് ഞാൻ തിരിച്ചു കൊണ്ടു ചെയ്തു. രണ്ടും നിന്നോണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് മാത്രം. അപ്പൊ എന്തായാലും മക്കളെ അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്. ഞാൻ പറഞ്ഞാണ് കറക്റ്റ്, അവര് പറഞ്ഞാണ് കറക്റ്റ്. ഒന്ന് കമന്റ് ഇട്ടു. അന്ന് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോ ഇവർക്ക് തെളിച്ചു കൊടുക്കണം. ഓക്കെ മക്കളെ, ഇങ്ങനെ വീട്ടിലേക്ക് എത്തിട്ടോ. വീട്ടിലേക്ക് എത്തിയപ്പോ റാഷ്യ എന്തൊക്കെയാണ് വിശേഷം? സുഖാണോ? ആ ബൗണ്ടറി റെഡി ആയി നിക്കണല്ലോ. മാഷാല്ലാ. കുട്ടിയുടെ എവിടെ പച്ചോന് കള്ള ചിരിക്കലൊക്കെ പോവാ. ഓള് ബൗണ്ടറി ഇട്ട് സെറ്റ് ആയിക്കൊണ്ടോ പക്ഷേ? ഓ എത്ര എളുപ്പ്. ഏതെങ്കിലും ക്രീം മേടിക്ക്, ആർക്കും സ്പോൺസർ ചെയ്ക്ക്. വായിൽ വെല്ലിട്ട് കിടക്കല്ലെന്ന് പറഞ്ഞിരിക്കണ എന്നോട്. വായിൽ വെല്ലിട്ട് കിടക്കല്ലേ പെണ്ണെ. എമി മോൾക്ക് വാശി വെക്ക്. എമി മോളെ തക്കിട് എന്നെ എമി മോളെ സാധിക്കേ ജംഷീറേ. അപ്പൊ ഏത് പേര് വിളിച്ചാലുണ്ട്. എടുക്കണോ? അമ്മോ എന്താണ് ഒച്ചട? എന്താ പോവാ? അങ്ങനെ കണ്ടാ അങ്ങനെ മക്കളെ. അപ്പൊ മക്കളെ ഇങ്ങനെ വീട്ടിൽ എത്തിട്ടോ. അപ്പൊ എന്തായാലും പോവാണ്. പോവാ എടുക്കട്ടെ മോള്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നിക്കട്ടെ. മോളെ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നേരെ വല്ലപ്പുഴ പോകണം അല്ലേ? ചാവക്കാടൊക്കെ നിർത്തി ഞങ്ങൾ കുറച്ച് നേരം വല്ലപ്പുഴ അടിച്ചു പൊളിക്കട്ടെ. അങ്ങനെ കൊണ്ടടിക്കുന്ന റെഡി ആയിക്കൊണ്ടിരിക്കട്ടോ. അപ്പൊ എവിടെ പോകണ്ടേ മക്കളെ? റാഷ്യ ഉഷാറല്ലേ? അപ്പൊ നമ്മൾ പോവരുന്ന്. അപ്പൊ എന്തായാലും എന്ത് പരിപാടി? വാപ്പെടുക്കാൻ പോകണം.
അപ്പോൾ എന്തായാലും മക്കളെ ഞങ്ങൾ നേരെ നാട്ടിലേക്ക് പോകാൻ, നാട്ടിലേക്ക് തിരിക്കാൻ. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ച് മുന്നേ ഞാനും ഇപ്പോൾ വരുന്നതിൻ്റെ മുന്നേ ഫസ്റ്റ് വീട്ടിയുണ്ടല്ലോ, ഞാൻ കുറച്ച് പഞ്ചസാരയുടെ കുറച്ച് വെയിറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ഇടണ്ടോ മറക്കരുത്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ പോകുന്ന കാര്യങ്ങളൊക്കെ കാണല്ലേ. ഇപ്പോൾ ഹലോ മക്കളെ ഇവിടെ പോവാൻ അതിൻ്റെ നമ്മളെ ആചാരമൊന്നുമില്ല. അപ്പോൾ ആചാരം പോട്ടോ പോവാ കളിക്കണ്ട അതൊക്കെ വേറെ കളിക്കണ്ടോ പോവാ വീട്ടിൽ നിന്ന് നേരെ ചാടിച്ച് കയറിട്ടോ. ഷൂറ് അമ്മേൻ്റെ ഫുള്ള് കളിക്കണ്ട ഇതിണ്ട് നജീബിന് ചെലവാട്ടെന്ന് നമ്മള് പാവം ഒരയ്യപ്പം ഷെയ്ക്ക് മാത്രമേ കൊണ്ടുള്ളൂ. ഞാൻ ഇവിടെ നിൽക്കണില്ലേ, ഞാൻ പുറത്തിരിക്കാലോ. എന്റെ കംപ്ലൈന്റ് ആണ് GP ആയി ചോദിക്കാൻ നിൽക്കൂല. അത് പെണ്ണുങ്ങളെ അവിടെ ടേബിൾ തുറക്കാൻ അറിയാം. ഒരില്ലാണ്ടാവോ അറിയില്ല. ഉള്ളി കഴിച്ചു. അല്ലാ തക്കാളി. ബിസ്കറ്റിന്റെ പേരെന്താണ് പറ? ആറാറൂട്ടല്ല, അപ്പുറത്തുള്ള വീട്ടിൽ മക്കളെ ഇതൊന്നും അറിയാതെ കേട്ടോ. 6 റൂട്ട് 6 റൂട്ടല്ല 8 റൂട്ട്. പക്ഷേ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ ഫോണിലുണ്ടെങ്കിൽ ഫുൾ ചിരിയാട്ടോ മക്കളെ. അപ്പോൾ ഇങ്ങനെ സാധനം മേടിക്കാൻ നല്ല ലുലുമാൾ വന്നാട്ടോ. ലുലുമാൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പട്ടാമ്പി നമ്മളിവിടെ ഓളെ വീട്ടിൽ പോകുമ്പോൾ എന്തായാലും ഇവിടെ നിന്ന് കയറണം നിർബന്ധമാണ്. ഇവിടെ മഹല്ലെന്ന് പുറത്തായ പോലെയാണ് ഓളെ മുഖം. പാട്ടുകാരൻ ഫിറോസ് അതാ നിങ്ങളെന്ത് ഇവിടെ? നിങ്ങളെന്ത് ഇവിടെ? പാട്ടുകാർക്ക് ഫിറോസ് അല്ലേ പറയാ? നിങ്ങളെന്താ ഇവിടെ? അപ്പൊ അങ്ങനെ മക്കളെ ഓളെ വീട്ടിൽ കൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് എത്തി സ്റ്റുഡിയോക്ക് എത്തി കേട്ടോ. സ്റ്റുഡിയോക്ക് എത്തിയപ്പോഴാണെങ്കിൽ നമ്മുടെ മുത്ത് ഫുള്ള് റെക്കോർഡിങ്ങില്ല. ഹലോ ഏയ് മൈൻഡ് ചെയ്യോ? നമ്മള് വല്ലപ്പോഴും അനൗൺസ്മെന്റിന്റെ രാജകുമാരൻ കേട്ടോ. നമ്മൾ അവിടെ കളിയും കാര്യങ്ങളുണ്ടെങ്കിൽ അനൗൺസ്മെന്റിന്റെ മൂപ്പരാളാണ് ഇർഷാദേ. അപ്പൊ എന്തായാലും മക്കളെ അപ്പൊ ഇൻഷാല്ലാ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കുറച്ച് പിള്ളേർ അങ്ങനെ അവളെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി മക്കളെ ഇങ്ങനെ നേരെ സ്റ്റുഡിയോക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ എല്ലാവർക്കും റാഹത്തല്ല, എന്തെങ്കിലും വിശേഷസുഖല്ലേ. അപ്പോൾ നമ്മൾ 100 പേര് അവസരം പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ എന്തായാലും പറഞ്ഞാൽ മതി, കമൻറ്റ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ വിശ്വസിച്ച് നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തന്നെ കുഴപ്പമില്ല. എന്തായാലും താല്പര്യം കളയാണ്ടില്ല. നിങ്ങൾക്ക് ഇത് പറ്റില്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് തന്നെ മതി, എന്നാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഇൻഷാല്ലാ ചെറിയ കുഞ്ഞു വ്ളോഗ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വ്ളോഗിന് ഫസ്റ്റ് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാകും. അതിന് ഇത്ര ഒന്ന് കമൻറ്റ് കിട്ടും. നമുക്ക് എങ്ങനെ തോന്നി ചെയ്യാൻ താല്പര്യം. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ കാണാനായിരിക്കും. ബൈ.